അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, തിരൂരിനടുത്ത് പുതിയങ്ങാടിയിൽ ആന ഇടഞ്ഞ് ധാരാളം ആളുകൾക്ക് പരിക്ക് പറ്റിയ സംഭവം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു മഹാനായ വലിയിന്റെ നേർച്ചയാണ് എന്ന പേരിൽ ഒരിക്കലും ഇസ്ലാം അനുവദിക്കാത്ത ധാരാളം അനാചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉത്സവമാണത്. ആനകളും ചെണ്ടകളും വാദ്യോപകരണങ്ങളും കദീന പൊട്ടിക്കലുമൊക്കെ ആയിട്ട് നടക്കുന്ന ആ ഉത്സവം, അതിനെതിരെ വളരെ ശക്തമായി തന്നെ നമ്മുടെ ആലിമീങ്ങൾ എല്ലായിടത്തും നടക്കുന്ന ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അതേ സ്ഥലത്ത് വെച്ച് തന്നെ വളരെ ശക്തമായി തന്നെ ഇത്തരം വിഷയങ്ങളെ എതിർത്തിട്ടുണ്ട്. മഹാന്മാരായ ഔലിയാക്കളുടെ മക്ബറകൾക്ക് പരിസരത്ത് ഇത്തരം അനാചാരങ്ങൾ നടത്തുന്നതിന് പകരം ഈ മഹാന്മാരുടെ ജീവചരിത്രങ്ങളും അവർ ഈ ഉമ്മത്തിന് കാണിച്ചു കൊടുത്ത നല്ല മാർഗങ്ങളും നല്ല സംസ്കാരങ്ങളും അതുപോലെ അവരുടെ കറാമത്തുകളൊക്കെ പറയുന്നതിന് പകരം ചെണ്ടകളും ആനകളും വാദ്യോപകരണങ്ങളുമായി നടത്തുന്ന ഇത്തരം ആഭാസങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിച്ചിരുന്നു. അന്ന് അതിനെതിരെ രംഗത്ത് വന്നു കുരുവട്ടൂരികൾ. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞത് ഇവിടെ നേർച്ച മുടക്കാൻ നടക്കുകയാണ്. എന്നിട്ട് എന്തുണ്ടായി? അവിടെ രണ്ട് നേർച്ച ഉണ്ടായി. ഒന്ന് ശരീഅത്തിന്റെ നേർച്ചയും മറ്റൊന്ന് ത്വരീഖത്തിന്റെ നേർച്ചയും. എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ ചരിത്രങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് അവരുടെ ജീവചരിത്രങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന നേർച്ച, അതുപോലെ അവരുടെ പേരിൽ യാസീന കോതി മൗലൂദ കോതി നടത്തുന്ന നേർച്ച ശരീഅത്തിന്റെ നേർച്ച. ആനകളും ചണ്ടകളും വാദ്യോപകരണങ്ങളൊക്കെ ആയി നടത്തുന്ന നേർച്ച അത് ത്വരീഖത്തിന്റെ നേർച്ചയും. ഇത് ഞാൻ വെറുതെ പറയില്ല, സമദ് കുരുവട്ടൂരി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. യാഹൂപ്പാപ്പാനെ നേർച്ച മുടക്കിയതാണെന്ന് നമ്മളെ നാട്ടിൽ ചില ആൾക്കാർ മഹത്വം പറഞ്ഞു. ഞാൻ അവിടെ വാത് പറഞ്ഞത് കൊണ്ടാണ് യാഹൂപ്പാപ്പാനെ നേർച്ച മുടങ്ങിയിട്ടില്ല. രണ്ട് നേർച്ച ഉണ്ടായി. അതാണ്ട് ശരീഅത്തിന്റെ നേർച്ച, ത്വരീഖത്തിന്റെ നേർച്ച. യാസീനോദിയിട്ടൊക്കെ ഉള്ള വേറെ ചണ്ടമുട്ടൊന്നും ഇല്ലാത്ത നേർച്ച, ചെറിയ നേർച്ച ഉണ്ടാവും. ചണ്ടയൊക്കെ മുട്ടിയിട്ട് ആനയൊക്കെ വന്നിട്ട് ഉസാറുള്ള നേർച്ച, രണ്ട് നേർച്ച മുടങ്ങിയൊക്കെയല്ല, അത് ഉസാർ കൂടിയൊക്കെയാണ്. കേട്ടില്ലേ? ശരീഅത്തിന്റെ ഒരു നേർച്ചയും ത്വരീഖത്തിന്റെ ഒരു നേർച്ച. ചെണ്ടൊന്നും മുട്ടാതെ യാസീനോ കോതി മൗലൂദ കോതി നടത്തുന്ന നേർച്ച അത് ശരീഅത്തിന്റെ നേർച്ച. ഇപ്പൊ ഇന്നിപ്പോ ആനക്കടഞ്ഞിലെ ഒരുപാട് ആനകളെയും ചെണ്ടയും വാദ്യമേളങ്ങളൊക്കെ ആയിട്ട് നടത്തുന്ന നേർച്ച അത് ത്വരീഖത്തിന്റെ നേർച്ച. യഥാർത്ഥ ത്വരീഖത്തിന്റെ നേർച്ച അല്ല കേട്ടോ, കുരുവട്ടൂരി ത്വരീഖത്തിന്റെ നേർച്ച എന്ന് വെച്ചോളി. ആരാണ് ആ നേർച്ച നടത്തുന്ന ആൾക്കാർ? ഈ ത്വരീഖത്തിന്റെ നേർച്ച നടത്തുന്ന ആൾക്കാരാരാ? ഇപ്പൊ ഇന്നത്തൊക്കെ നേർച്ച നടന്നല്ലോ, അത് അവിടുത്തെ ചന്ദനക്കുടം ഉത്സവം എന്ന് പറഞ്ഞാണ്ടപ്പോ ആ നേർച്ച നടക്കണ പോലെ ത്വരീഖത്തിന്റെ നേർച്ച അത് നടത്തുന്ന ആളുകൾ ആരാ? രഘുവേട്ടനും ബാബുവേട്ടനും അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ത്വരീഖത്തിന്റെ നേർച്ച നടത്തുന്ന ആളുകൾ. കുരുവട്ടൂരികളും ഉണ്ടാകും അതിന്റെ സംഘാടകര്, ചിലപ്പം നമുക്കറിയില്ല. സമതാണല്ലോ ഇപ്പൊ പറഞ്ഞത് ഒന്ന് ത്വരീഖത്തിന്റെ നേർച്ചയാണെന്നുള്ളത്. ആ ത്വരീഖത്തിന്റെ നേർച്ച നടത്തുന്നത് ആരാണെന്നുള്ളത് ഒന്ന് നമ്മളൊന്ന് കേട്ടോക്ക. എന്റെ പേര് മുഹമ്മദ്. ഇത് പിന്നെ ചന്ദനക്കുടം നേർച്ചയുടെ സംഘാടകരാണോ? അതെ അതെ. അത് പിന്നെ നേർച്ച കഴിഞ്ഞു തോന്നല്ലേ നിങ്ങളെ? നേരത്തെ കഴിഞ്ഞ മാർച്ച് 14 ആയിരുന്നു. ശരി, അതിന്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ഇതിന് ശരിക്കും സംഘാടകരാരാണ്? എന്റെ ഞങ്ങളുടെ ചരക്കര യൂണിയൻകാര്. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഉണ്ണീഷൻ. ശരി, പിന്നെ ഇതില് വേറൊരു രഘുവേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ സംഘാടകൻ? ഉണ്ട്. ശരി. അവിടെ പിന്നെ അതായത് സുന്നി സംഘടനയുടെ കീഴിൽ അല്ലല്ലേ? അതെ, സുന്നി സംഘടനകളുടെ കീഴിലുള്ള പരിപാടി അല്ലല്ലേ? അല്ലല്ല, ഇത് യൂണിയൻ നടത്തുന്നതാണ്. തടി റോഡ് ചന്ദനക്കുടം നടത്തുന്നത്. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഒരു നേർച്ചയുമായി ബന്ധപ്പെട്ട ഒരാൾ വിളിച്ച് അന്വേഷിക്കാണ് കേട്ടോ. ചന്ദനക്കുടം നേർച്ച എന്നാണ് അതിന് അവർ പറയുന്നത്. അതിന്റെ സംഘാടകരാണ് ഇപ്പോ ഈ സംസാരിച്ചത്. അപ്പോ ത്വരീഖത്തിന്റെ നേർച്ചയാണത് സമദിന്റെ ഭാഷയിൽ. ഇവരും അതിൽ അംഗങ്ങളായിരിക്കാം, ഏതൊരു യൂണിയൻ നടത്തുന്നതാണ്. ഏതായിരുന്നാലും ആനകളും ചണ്ടകളും വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നേർച്ച, ഈ നേർച്ചനെ പറ്റിയാണ് സമദ് പറഞ്ഞത്. ത്വരീഖത്തിന്റെ നല്ല ഉഷാറൻ നേർച്ച. എങ്ങനെയുണ്ട്? ഒരു പാവം മനുഷ്യനെ ആന പിടിച്ച് ചുഴറ്റി എറിയുന്നത് നമ്മളൊക്കെ കണ്ടില്ലേ? എന്തിനാണ് ഇത്തരം നേർച്ചകൾക്ക് പ്രോത്സാഹനം നൽകുന്നത്? എന്നിട്ട് അതിന് ത്വരീഖത്തിന്റെ നേർച്ച എന്ന് പറഞ്ഞിട്ട് ഒരു പേരിടരും. അതാണ് നമ്മൾ പറയുന്നത്, ഇവർക്ക് മെശായിഖന്മാരെ നിർദ്ദേശം കിട്ടിയിട്ടാണ് ഇപ്പൊ ആ നേർച്ച നടത്തുന്നത്. ആനക്ക് മെശായിഖന്മാർ നിർദ്ദേശം കൊടുത്തേക്കാരം ഈ സാധു മനുഷ്യരെ ആക്രമിക്കാൻ. ഇവരുടെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്. ഈ നേർച്ചക്ക് ത്വരീഖത്തിന്റെ നേർച്ച എന്ന് പേരിട്ട് കൊടുത്തിരിക്കുകയാണ്. ഏത് ത്വരീഖത്താണിത്? അതാ ഞാൻ പറയുന്നത്, ഇവർക്ക് ശൈത്താന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അവിടെ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ വളരെ ശക്തമായി തന്നെ പേരോട് ഉസ്താദ് പ്രസംഗിച്ചപ്പോ അതിനെതിരെ രംഗത്ത് കൊണ്ട് ഇവർ പുതിയൊരു നേർച്ചയ്ക്ക് പേരിട്ടതാ ത്വരീഖത്തിന്റെ നേർച്ചാന്ന്. ആനും ചണ്ടും വാദിമേളൊക്കെ ഉണ്ടായാൽ അത് ത്വരീഖത്തിന്റെ നേർച്ച. യാസീൻ ഓതി മൗലൂദ് ഓതി ദുആ ചെയ്താണ്ട് നമ്മളൊരു നേർച്ച നടത്തിയാൽ അത് ശരീഅത്തിന്റെ നേർച്ച. എങ്ങനെയുണ്ട്? നല്ല ഉഷാറ നേർച്ചയാണല്ലോ ഇപ്പം അവിടെ നടന്നത്. അപ്പൊ ഇതാണ് കുരുവട്ടൂരികൾ.